പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 31 വെള്ളിയാഴ്ച. 2 ശമൂവേൽ 24 അധ്യായം 24 വാക്യം. രാജാവ് അരബ്നായോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കെൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നാണ് ഈ വചനം. തൻ്റെ തെറ്റിൻ്റെ ഫലമായി ദേശത്ത് മഹാമാരി പടർന്നപ്പോൾ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുവാൻ ദാവീദ് ഒരുങ്ങി. അരബ്നായ തൻ്റെ കളവും കാളകളും സൗജന്യമായി നൽകുവാൻ തയ്യാറായി. എന്നാൽ ദാവീദ് അത് സ്വീകരിച്ചില്ല. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, വില കൊടുക്കാതെ ഞാൻ ദൈവത്തിന് യാഗം അർപ്പിക്കുകയില്ല. ഈ വാക്കുകൾ വെറും സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അല്ല, അത് ആരാധനയുടെ ആത്മാവിനെ കുറിച്ച്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവാകുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് ത്യാഗമുണ്ടോ? നമ്മുടെ സ്നേഹത്തിന് സ്വാർത്ഥത വിട്ടുകൊടുക്കേണ്ടി വരുന്നുണ്ടോ? നമ്മുടെ സേവനത്തിന് ആത്മാർത്ഥമായ സമർപ്പണമുണ്ടോ? യഥാർത്ഥ ആരാധന ഒരിക്കലും സൗകര്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയില്ല. അത് സമർപ്പണത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ക്രിസ്തുവിനെ നോക്കുക. അവിടുത്തെ സ്നേഹം സൗജന്യമായിരുന്നുവെങ്കിലും അതിൻ്റെ വില ക്രൂശായിരുന്നു. നമുക്ക് ലഭിച്ച രക്ഷ സൗജന്യമാണ്. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതവും വിലയില്ലാത്ത ആരാധനയല്ല, ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലിയാണ്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രലോഭനം വിലയില്ലാത്തതായ ഭക്തിയാണ്. സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കാം, സൗകര്യമുണ്ടെങ്കിൽ ആരാധിക്കാം, ലാഭമുണ്ടെങ്കിൽ സേവിക്കാം എന്ന ചിന്ത. എന്നാൽ ദൈവം അന്വേഷിക്കുന്നത് സൗകര്യത്തിൻ്റെ ഭക്തരെയല്ല, ആത്മാവിൻ്റെ സമർപ്പണത്തിൻ്റെ ആരാധകരെ. അർപ്പണമില്ലാത്ത ആരാധന രൂപം മാത്രമാണ്. എന്നാൽ ത്യാഗത്തോടുകൂടി ആരാധനയാണ് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവത്തിന് സമയം നമുക്ക് നൽകാം. ആത്മാർത്ഥമായ പ്രാർത്ഥന അർപ്പിക്കാം. സ്നേഹത്തിന് ത്യാഗത്തിൻ്റെ സൗരഭ്യം നൽകാം. നമ്മുടെ കഴിവുകളും ജീവിതവും ദൈവമഹത്വത്തിനായി സമർപ്പിക്കാം. ദൈവം നമ്മുടെ സമ്പത്തിൻ്റെ അളവല്ല നോക്കുന്നത്, സമർപ്പണത്തിൻ്റെ ആഴമാണ്. ചെറുതായൊരു ദാനം പോലും വലിയ ത്യാഗത്തോടെ അർപ്പിച്ചാൽ അത് സ്വർഗത്തിൽ അമൂല്യമാകും. വിലയില്ലാത്ത ആരാധന മനുഷ്യനെ തൃപ്തിപ്പെടുത്തും. വില കൊടുത്തുള്ള ആരാധന ദൈവത്തെ പ്രസാദിപ്പിക്കും. ത്യാഗമുള്ള വിശ്വാസം കൃപയെ ആകർഷിക്കും. സമർപ്പണമുള്ള ഹൃദയമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ആരാധന വെറും ആചാരമല്ല, അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വില കൊടുത്തുള്ള ആരാധനയുടെ മഹത്വം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയട്ടെ. സമർപ്പണവും ജീവിതവും ആത്മാർത്ഥതയും അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും സേവനവും സ്നേഹവും അങ്ങേക്ക് പ്രസാദകരമായ യാഗമായി മാറട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.